ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹെലിക്കേസ് അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സ്കാൽപ്പാണ് കേട്ടോ. അപ്പം ഇതൊരു ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സ്കാൽപ്പ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സ് എന്താണ്, അതിൻ്റെ ആർട്ടീരിയൽ സപ്ലൈ, വീനസ് സപ്ലൈ, നെർവ് സപ്ലൈ ആൻഡ് അപ്ലൈഡ് അനാറ്റമി. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം തന്നെ എന്താണ് സ്കാൽപ്പ്? നമ്മുടെ ക്രേനിയൽ വോൾട്ട് ഉണ്ടല്ലോ, ക്രേനിയൽ വോൾട്ടിനെ കവർ ചെയ്യുന്ന ഒരു സോഫ്റ്റ് ടിഷ്യൂ, ആ കവറിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കാൽപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ സോഫ്റ്റ് ടിഷ്യൂ കവറിങ് ദ ക്രേനിയൽ വോൾട്ട്. അപ്പോൾ ഇതിന് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട് കേട്ടോ. ഈ ലെയേഴ്സ് നമ്മൾ എങ്ങനെയാണ് ഓർക്കുക എന്നറിയോ? അതിനുള്ള ന്യൂമോണിക്സ് അതിൻ്റെ ലെറ്റേഴ്സിൽ തന്നെയുണ്ട്. SCALP. അപ്പോൾ എസ് എന്താണ്? എസ് ഫോർ സ്കിൻ. ഓക്കെ. സെക്കൻഡ് ലെയർ സി എന്താണ്? കണക്റ്റീവ് ടിഷ്യൂ. തേർഡ് ലെയർ എ ഫോർ അപ്പോന്യൂറോസിസ്. ഓക്കെ. ഇനി ഫോർത്ത് ലെയർ എൽ എന്താണ്? ലൂസ് എയറോളാർ കണക്റ്റീവ് ടിഷ്യൂ. ഫിഫ്ത്ത് ലെയർ ഇന്നർമോസ്റ്റ് ലെയർ പി ഫോർ പെരിക്രേനിയം. സോ ഈ 5 ലെയേഴ്സ് ആണ് കൂടി ചേരുന്നതാണ് നമ്മൾ സ്കാൽപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ലേയേഴ്സ് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഓരോ ലേയേഴ്സിനെ കുറിച്ചും നമ്മൾ ഒരു 1-2 പോയിന്റ്സ് അറിഞ്ഞിരിക്കണം. പിന്നെ ആ ഡയഗ്രാം വരയ്ക്കാനും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതാണ് നമ്മുടെ സ്കാൽപ്പിൻ്റെ ഡയഗ്രാം. ഓക്കെ, ദീസ് ആർ ദ ലേയേഴ്സ് ഓഫ് സ്കാൽപ്പ്. അപ്പോൾ ഇതിൽ ആദ്യത്തത് എന്താണത്? ഈ ഒരു പോർഷൻ കണ്ടോ, അതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ, ദാറ്റ് ഈസ് എസ്, സ്കിൻ. സ്കിന്നിനെ കുറിച്ച് എന്തൊക്കെയാണ്? സ്കിൻ തിക്കാണ്, അതിൽ ഹെയറി സ്ട്രക്ചേഴ്സ് കാണും. സോ സ്കിൻ ഈസ് തിക്ക് ആൻഡ് ഹെയറി. ഇനി രണ്ടാമത്തെ ലെയർ ആണ് ഇതിനെ നമ്മൾ പറഞ്ഞു സി എന്ന് പറഞ്ഞാൽ എന്താ? കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് അലോസ് ദ പാസേജ് ഓഫ് ബ്ലഡ് വെസൽസ്. ഓക്കെ, സോ അത് ഫൈബ്രസ് ആണ്, ഡെൻസ് ആണ്. ഇറ്റ് ആക്ട് ആസ് എ പാസേജ് ഫോർ ദ വെസൽസ്, നെർവ്സ് എക്സെട്ര. ഇനി തേർഡ് ആണ് ഈ ഗ്രീൻ കളറിൽ കാണുന്നില്ലേ, അതാണ് എ ഫോർ അപ്പോന്യൂറോസിസ്. ഈ അപ്പോന്യൂറോസിസ് എന്ന് പറഞ്ഞാൽ അതിനകത്തോട്ടാണ് നമ്മുടെ ഓക്സിപിറ്റോ ഫ്രോണ്ടാലിസ് മസിൽ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ടെർമിനോളജി എന്ന് തന്നെ നമുക്ക് കിട്ടും. അതിന് 2 പാർട്ടുണ്ട്, ഓക്സിപിറ്റാലിസ് ഉണ്ട്, ഫ്രോണ്ടാലിസ് ഉണ്ട്. ഫ്രോണ്ടാലിസ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ കാണുന്നതും ഓക്സിപിറ്റാലിസ് പോസ്റ്റീരിയർലി കാണുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഈ സൈഡിൽ ഇത് എവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സുപ്പീരിയർ ടെമ്പോറൽ ലൈൻ വരെ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ അപ്പോന്യൂറോസിസിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അടുത്ത ലെയർ എന്താണ്? എൽ, ലൂസ് എയറോളാർ ടിഷ്യൂ. ലൂസ് എയറോളാർ ടിഷ്യൂവിനെയാണ് നമ്മൾ ഡേഞ്ചറസ് ഏരിയ ഓഫ് സ്കാൽപ്പ് എന്ന് പറയുന്നത്. എന്താണെന്നറിയോ? ഇതിനകത്താണ് നമ്മുടെ എമിസറി വെയിൻ പാസേജ് ചെയ്യുന്നത്. എമിസറി വെയിൻ എന്താ? നമ്മുടെ എക്സ്ട്രാ ക്രേനിയൽ വെയിൻസിനെ നമ്മുടെ ക്രേനിയത്തിൻ്റെ ഉള്ളിൽ ഇൻട്രാ ക്രേനിയൽ വീനസ് സൈനസസുമായിട്ട് കണക്ട് ചെയ്യുന്ന വെയിനാണ് എന്ത്? എമിസറി വെയിൻ. അപ്പോൾ ഈ എമിസറി വെയിൻ ഉള്ളപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഒക്കെ വന്നാൽ അത് നേരെ നമ്മുടെ ഇൻട്രാ ക്രേനിയത്തിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ലൂസ് എയറോളാർ ടിഷ്യൂവിനെ നമ്മൾ ഡേഞ്ചർ ഏരിയ ഓഫ് സ്കാൽപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ലൂസ് എയറോളാർ ടിഷ്യൂ. ഇനി ലാസ്റ്റ് ഇന്നർമോസ്റ്റ് ലെയർ ഏതാണ്? ദിസ് ഗ്രീൻ കളർ, ദാറ്റ് ഈസ് പെരിക്രേനിയം. അപ്പം അതാണ് സ്കള്ളിൻ്റെ ഔട്ടർ ലെയർ ആണ്. അപ്പോൾ അത് ലൂസ്ലി അറ്റാച്ച്ഡ് ആണ് ബോണിലോട്ട്, എക്സെപ്റ്റ് അറ്റ് ദ സ്യൂച്ചർ ലൈൻ. സ്യൂച്ചർ ലൈൻസിൽ അത് നല്ല ക്ലോസ്ലി അപ്രോക്സിമേറ്റഡ് ആയിരിക്കും കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മൾ ലെയേഴ്സിനെ കുറിച്ച്, എല്ലാത്തിനെ കുറിച്ച് നമ്മൾ 2 പോയിന്റ് വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആർട്ടീരിയൽ സപ്ലൈനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ആർട്ടീരിയൽ സപ്ലൈ ഓഫ് സ്കാൽപ്പ് ആൻഡ് നെർവ് സപ്ലൈ ഓഫ് സ്കാൽപ്പ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പം നോക്കിയേ, ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് ആർട്ടീരിയൽ സപ്ലൈ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്കാൽപ്പിൽ എന്താ നമ്മുടെ ഇയർ, ഓക്കെ, ഈ ഓറിക്കിളിൻ്റെ മേലെയുള്ള പോർഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ഓറിക്കിളും ബിഹൈൻഡ് ദ ഓറിക്കിളും, ഈ 2 പാർട്ടായിട്ട് നമ്മൾ തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ആർട്ടീരിയൽ സപ്ലൈ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ സുപ്രാട്രോക്ലിയർ എവിടെയാണെന്ന് അറിയോ? നമ്മുടെ ഈ ഐബ്രോയുടെ ആ ഒരു അടുത്തായിട്ട് വരുന്നതാണ് സുപ്രാട്രോക്ലിയർ കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റത്തത് സുപ്രാട്രോക്ലിയർ ആർട്ടറിയാണ്. സുപ്രാട്രോക്ലിയറിൻ്റെ കുറച്ച് ഡിസ്റ്റലി വരുന്ന എന്താണ്? സുപ്രാ ഓർബൈറ്റൽ കേട്ടോ. അപ്പോൾ രണ്ടാമത്തത് സുപ്രാ ഓർബൈറ്റൽ. അപ്പോൾ സുപ്രാട്രോക്ലിയർ, സുപ്രാ ഓർബൈറ്റൽ. ഇനി നമ്മുടെ ഓറിക്കിളിൻ്റെ മേലെ എന്താണ്? നമ്മുടെ ടെമ്പോറൽ റീജിയൻ ഉള്ളിടത്ത് വരുന്നതാണ് സൂപ്പർഫിഷ്യൽ ടെമ്പോറൽ. ഓക്കെ, അപ്പോൾ ഇത് 3ആണ് നമ്മുടെ ഇയറിന് ഫ്രണ്ടിൽ വരുന്നത്. എന്തൊക്കെയാ? സുപ്രാട്രോക്ലിയർ, സുപ്രാ ഓർബൈറ്റൽ ആൻഡ് സൂപ്പർഫിഷ്യൽ ടെമ്പോറൽ. ഇതിൽ ഈ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ സുപ്രാട്രോക്ലിയറും സുപ്രാ ഓർബൈറ്റലും നമ്മുടെ ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ചാണ്. ഇനി സൂപ്പർഫിഷ്യൽ ടെമ്പോറൽ ആണെങ്കിലോ നമ്മുടെ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ചാണ്. ഓക്കെ, ഇനി നമ്മൾ ബിഹൈൻഡ് ദ ഓറിക്കിളിൻ്റെ പിറകിലായിട്ട് വരുന്ന, അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് ബിഹൈൻഡ്, ദാറ്റ് ഈസ് പോസ്റ്റീരിയർ ഓറിക്കുലാർ. എന്താണ്? പോസ്റ്റീരിയർ ഓറിക്കുലാർ ആർട്ടറി. ഈസി ആണല്ലോ. ഇനി നമ്മുടെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന ഏതാണ്? ഓക്സിപിറ്റൽ ആർട്ടറി. അപ്പോൾ ഇത് രണ്ടും എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ചസ് ആണ് കേട്ടോ. അപ്പം ആർട്ടീരിയൽ സപ്ലൈ ഈസി ആണ്. സുപ്രാട്രോക്ലിയർ, സുപ്രാ ഓർബൈറ്റൽ, സൂപ്പർഫിഷ്യൽ ടെമ്പോറൽ. ഇനി ബിഹൈൻഡ് എന്താണ്? പോസ്റ്റീരിയർ ഓറിക്കുലർ ആൻഡ് ഓക്സിപിറ്റൽ ആർട്ടറി.
അപ്പം നമ്മുടെ ആർട്ടീരിയൽ സപ്ലൈ ഈസി ആയിട്ട് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നെർവ് സപ്ലൈ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീനസിലോട്ട് വരും കേട്ടോ. അപ്പം നെർവ് സപ്ലൈ എഗെയിൻ നമ്മൾ അതിനെ രണ്ടായിട്ട് തിരിക്കുകയാണ്, ഇൻ ഫ്രണ്ട് ഓഫ് ഓറിക്കിളും ബിഹൈൻഡ് ദ ഓറിക്കിളും. ഇനി ഇൻ ഫ്രണ്ട് ഓഫ് ഓറിക്കിളിൽ നമ്മൾ മുമ്പേ പറഞ്ഞ സെയിം ആർട്ടറിയുടെ അതേ പേരുകൾ തന്നെയാണ്. നോക്കിയേ, സുപ്രാട്രോക്ലിയർ. സുപ്രാട്രോക്ലിയറിൻ്റെ ഡിസ്റ്റൽ കുറച്ച് ഡിസ്റ്റലായിട്ട് എന്താ ഉള്ളത്? സുപ്രാ ഓർബൈറ്റൽ, അതാണ് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തെ നമ്മുടെ ആർട്ടീരിയൽ എന്തായിരുന്നു? ടെമ്പോറൽ അല്ലേ? ഇവിടെയും ടെമ്പോറലാണ്. പക്ഷേ ഏതാണ്? സൈഗോമാറ്റിക്കോ ടെമ്പോറൽ. സൈഗോമാറ്റിക് ബോണിൻ്റെ അടുത്ത് വരുന്നതുകൊണ്ട് സൈഗോമാറ്റിക്കോ ടെമ്പോറലും, ഓറിക്കിളിൻ്റെ മേലെയും ടെമ്പോറലിലോട്ട് വരുന്നത് ഓറിക്കുലോ ടെമ്പോറലും. ഓക്കെ, അപ്പം സൈഗോമാറ്റിക്കോ ടെമ്പോറൽ, ഓറിക്കുലോ ടെമ്പോറൽ, ഇതെല്ലാം നമ്മുടെ സെൻസറി ബ്രാഞ്ചസ് ആണ് കേട്ടോ. 4 സെൻസറി ബ്രാഞ്ചസ് ഉണ്ട്, ഒരു മോട്ടോർ ബ്രാഞ്ച് ഉണ്ട്. അതേതാണ്? ടെമ്പോറൽ ബ്രാഞ്ച്. ഇത് നമ്മുടെ ഫേഷ്യൽ നെർവിൻ്റെ ടെമ്പോറൽ ബ്രാഞ്ച് ആണ് ഇതിലെ മോട്ടോർ സപ്ലൈ. ഇനി അടുത്തത് ബിഹൈൻഡ് ദ ഓറിക്കിളും സെയിം തന്നെയാണ്. 4 സെൻസറി ഉണ്ട്, ഒരു മോട്ടോർ ഉണ്ട്. അപ്പോൾ ഓറിക്കിളിൻ്റെ പിറകെ ആയിട്ടാണല്ലോ. അപ്പോൾ മോട്ടോർ ഏതാണെന്നറിയോ? പോസ്റ്റീരിയർ ഓറിക്കുലർ. നമ്മൾ ആർട്ടീരിയൽ സപ്ലൈ പഠിച്ചത് സെയിം ആണ്. ഇനി ബിഹൈൻഡ് ദ ഓറിക്കിളുള്ള സെൻസറി സപ്ലൈ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ഓറിക്കുലറും 3 ഓക്സിപിറ്റലും. ഗ്രേറ്റർ ഓറിക്കുലർ നെർവ്, ഇനി ലെസ്സർ ഓക്സിപിറ്റൽ, രണ്ടാമത്തത് ഗ്രേറ്റർ ഓക്സിപിറ്റൽ, മൂന്നാമത്തത് തേർഡ് വൺ. സോ തേർഡ് ഓക്സിപിറ്റൽ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ബിഹൈൻഡ് ദ ഓറിക്കിൾ? ഒന്ന് ഓറിക്കിളിൻ്റെ തൊട്ട് പിറകെ ആയിട്ട് നമ്മുടെ ഗ്രേറ്റർ ഓറിക്കുലാറും ഉണ്ട്, പോസ്റ്റീരിയർ ഓറിക്കുലാറും ഉണ്ട്. ഇനി 3 ഓക്സിപിറ്റൽ ഏതൊക്കെയാണ്? ലെസ്സർ ഓക്സിപിറ്റൽ, ഗ്രേറ്റർ ഓക്സിപിറ്റൽ, തേർഡ് വൺ ഈസ് തേർഡ് ഓക്സിപിറ്റൽ. അപ്പോൾ ഇതാണ് നമ്മുടെ നെർവ് സപ്ലൈ. അപ്പം ഈസി ആയിട്ട് ഓർക്കാലോ, 4 സെൻസറി, ഒരു മോട്ടോർ വെച്ചിട്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വീനസ് സപ്ലൈ. വീനസ് സപ്ലൈ എപ്പോഴും നമ്മൾ ഡയഗ്രാം വരച്ച് പഠിക്കുന്നതായിരിക്കും ഈസി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം സുപ്രാട്രോക്ലിയറും സുപ്രാ ഓർബൈറ്റലും കൂടെ വന്ന് നമ്മുടെ ഐസിൻ്റെ ആംഗിൾ, മീഡിയൻ ആംഗിളിൽ വന്നിട്ട് മെർജ് ചെയ്ത് അവിടെ വരുമ്പോഴത്തേന് അതിന് എന്താ പറയാന്നറിയോ? ആംഗുലാർ വെയിൻ. ഓക്കെ, ആംഗിളിൻ്റെ അടുത്താണ് ഉണ്ടായിരിക്കും, അതിനെ ആംഗുലാർ വെയിൻ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ആംഗുലാർ വെയിൻ ഇങ്ങോട്ട് താഴോട്ട് ഡിസെൻഡ് ചെയ്യുക. എവിടെയാണ് കൂടെ ഡിസെൻഡ് ചെയ്യുന്നത്? നമ്മുടെ ഫേസിലൂടെ. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ പറയാന്നറിയോ? ഫേഷ്യൽ വെയിൻ. അപ്പോൾ എന്തൊക്കെയാണ്? സുപ്രാട്രോക്ലിയറും സുപ്രാ ഓർബൈറ്റലും കൂടെ വന്നിട്ട് ആംഗുലാർ വെയിനായിട്ട് മാറുന്നു. ആംഗുലാർ വെയിൻ താഴോട്ട് ഡിസെൻഡ് ചെയ്യുമ്പോൾ എന്താ? ഫേഷ്യൽ വെയിനായിട്ട് ഡിസെൻഡ് ചെയ്യുന്നു. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്കിത് ഇപ്പുറത്തെ സൈഡിൽ നോക്കാം. ഇതെന്താണെന്നറിയോ? സൂപ്പർഫിഷ്യൽ ടെമ്പോറൽ വെയിൻ. ഓക്കെ, ഇനി നമ്മുടെ മാക്സില ഏരിയയിലുള്ളത് ഇതാണ് മാക്സിലറി വെയിൻ. അപ്പോൾ ഈ സൂപ്പർഫിഷ്യൽ ടെമ്പോറലും മാക്സിലറി വെയിനും കൂടെ രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് എന്താക്കുമെന്നറിയോ? റെട്രോ മാൻഡിബുലാർ, ഞാൻ RMV എന്ന് എഴുതാം, റെട്രോ മാൻഡിബുലാർ വെയിനായിട്ട് മാറും. ഈ റെട്രോ മാൻഡിബുലാർ വെയിന് 2 ഡിവിഷൻസ് ഉണ്ട്. ഒന്ന് ആൻറ്റീരിയർ ഡിവിഷൻ. ഓക്കെ, ഇതാണ് കേട്ടോ ആൻറ്റീരിയർ ഡിവിഷൻ. പിറകിലോട്ട് പോകുന്ന എന്താ? പോസ്റ്റീരിയർ ഡിവിഷൻ. അപ്പം 2 ഡിവിഷൻസ് ആണ് റെട്രോ മാൻഡിബുലാറിനുള്ള, ആൻറ്റീരിയർ ഡിവിഷനും പോസ്റ്റീരിയറും. ഇതേ നോക്കിയേ, ആൻറ്റീരിയർ ഡിവിഷൻ നമ്മുടെ ഫേഷ്യൽ വെയിനുമായിട്ട് ചേർന്നിട്ട് എന്തായിട്ട് മാറുമെന്നറിയോ? കോമൺ ഫേഷ്യൽ വെയിൻ. നമുക്ക് ഫേഷ്യൽ വെയിൻ ഇപ്പോൾ എന്തായി മാറി? കോമൺ ഫേഷ്യൽ വെയിനായിട്ട് മാറി. ഈ കോമൺ ഫേഷ്യൽ വെയിൻ വന്നിട്ട് ദേ നമ്മുടെ ഇന്റേണൽ ജുഗുലാർ വെയിനിലോട്ട് ഡ്രെയിൻ ചെയ്തു. അപ്പം അവിടെ അത്രയേ ഉള്ളൂ കേട്ടോ, ആ ഒരു പാർട്ട് തീർന്നു. ഇന്റേണൽ ജുഗുലാർ വെയിനിൽ വന്നത് ഡ്രെയിൻ ചെയ്ത് നിന്നു. ഇനിയിപ്പോൾ എന്താ ബാക്കി കിടക്കണ? നമ്മുടെ പോസ്റ്റീരിയർ ഡിവിഷൻ. വേണ്ടേ? പോസ്റ്റീരിയർ ഡിവിഷൻ ഓഫ് റെട്രോ മാൻഡിബുലാർ വെയിൻ. അത് ആരുമായിട്ടാണ് ജോയിൻ ചെയ്യാന്നറിയോ? നമ്മുടെ ഇയറിൻ്റെ പിറകിലായിട്ടുള്ളത് എന്താ? പോസ്റ്റീരിയർ ഓറിക്കുലാർ. പോസ്റ്റീരിയർ ഓറിക്കുലാർ ഇങ്ങനെ വരിക. അപ്പം ഇങ്ങനെ 2 പോസ്റ്റാണ്. നോക്കിയേ, പോസ്റ്റീരിയർ ഓറിക്കുലാറും പോസ്റ്റീരിയർ ഡിവിഷൻ ഓഫ് റെട്രോ മാൻഡിബുലാർ വെയിനും. ഇത് രണ്ടും കൂടെ ഫോം ചെയ്യുമ്പം നമ്മുടെ എക്സ്റ്റേണൽ ജുഗുലാർ വെയിനിലോട്ട് അത് ഡ്രെയിൻ ചെയ്യും. അൾട്ടിമേറ്റ്ലി എക്സ്റ്റേണൽ ജുഗുലാർ വെയിൻ എങ്ങോട്ടാണ് ഡ്രെയിൻ ചെയ്യുന്നതെന്നറിയോ? നമ്മുടെ സബ് ക്ലേവിയൻ വെയിനിലോട്ട് ഡ്രെയിൻ ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീനസ് സപ്ലൈ. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷെ നമ്മൾ ഡയഗ്രാം വരച്ച് പഠിക്കുമ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഓടിച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കാം. സുപ്രാട്രോക്ലിയറും സുപ്രാ ഓർബൈറ്റലും ചേർന്ന് ആംഗുലാർ വെയിൻ ഉണ്ടാവുന്നു. അത് ഫേസിലോട്ട് ഡിസെൻഡ് ചെയ്യുമ്പോൾ ഫേഷ്യൽ വെയിൻ ആവുന്നു. ഓക്കെ, ഇപ്പുറത്ത് സൂപ്പർഫിഷ്യൽ ടെമ്പോറലും മാക്സിലറിയും കൂടെ ചേർന്നിട്ട് റെട്രോ മാൻഡിബുലാർ ആവുന്നു. റെട്രോ മാൻഡിബുലാറിൻ്റെ ആൻറ്റീരിയർ ഫേഷ്യലുമായിട്ട് ചേർന്ന് കോമൺ ഫേഷ്യൽ ആവുന്നു. ഇന്റേണൽ ജുഗുലാർ വെയിനെ ട്രെയിൻ ചെയ്യുന്നു. പോസ്റ്റീരിയർ ഡിവിഷൻ ഓഫ് റെട്രോ മാൻഡിബുലാർ നമ്മുടെ എക്സ്റ്റേണൽ ജുഗുലാർ വെയിനിലോട്ട് പോസ്റ്റീരിയർ ഓറിക്കുലുമായിട്ട് ചേർന്നിട്ട് എക്സ്റ്റേണൽ ജുഗുലാർ വെയിനിലോട്ട് ഡ്രെയിൻ ചെയ്യുന്നു. അൾട്ടിമേറ്റ്ലി സബ് ക്ലേവിയൻ വെയിനിലോട്ട് ഡ്രെയിൻ ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീനസ് സപ്ലൈ. ഓക്കെ, ഈസി ആണല്ലോ. സോ
ലാസ്റ്റ് ലിംഫാറ്റിക് ഡ്രെയിനേജ്. ലിംഫാറ്റിക് ഓർക്കാൻ എളുപ്പമാണ്, നമ്മളെല്ലാം ഇവിടെ ഇയർ വെച്ചിട്ട് ഓർത്താൽ മതി. ആൻറ്റീരിയറിൽ വരുമ്പോൾ പ്രീ ഓറിക്കുലാർ ലിംഫ് നോഡ്, പോസ്റ്റീരിയർ വരുമ്പോൾ പോസ്റ്റ് ഓറിക്കുലാർ ലിംഫ് നോഡ്. പ്രീ ഓറിക്കുലാറിനെ നമുക്ക് അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് പരോട്ടിഡ് ലിംഫ് നോഡ്സ്. പുറകിൽ വരുന്നതിനെ നമ്മൾ ഓക്സിപിറ്റൽ ലിംഫ് നോഡ്സ് എന്ന് പറയും, മസ്റ്റോയിഡ് ഓർ ഓക്സിപിറ്റൽ ലിംഫ് നോഡ്. ഇതെല്ലാം ഈ ആൻറ്റീരിയറും പോസ്റ്റീരിയറും എല്ലാം അൾട്ടിമേറ്റ്ലി എങ്ങോട്ടാണ് ഡ്രെയിൻ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മുടെ ഡീപ്പ് സെർവൈക്കൽ ലിംഫ് നോഡ്സിലോട്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ലിംഫാറ്റിക് ഡ്രെയിനേജ്. ഇനി നമ്മൾ ലാസ്റ്റ് പാർട്ട് അപ്ലൈഡ് അനാറ്റമിയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞായിരുന്നു, നമ്മൾ ലൂസ് എയറോളാർ ടിഷ്യൂവിന് നമ്മൾ ഡേഞ്ചറസ് ഏരിയാസ് ഓഫ് സ്കാൽപ്പ് എന്നാണ് പറയുന്നത്. കാരണം എന്താ, അതിൽ എമിസറി വെയിൻ ഉണ്ട്. നമ്മുടെ ഇൻട്രാക്രേനിയൽ വീനസ് സൈനസിനെ എക്സ്ട്രാ ക്രേനിയൽ വെയിൻസിനെ കൂടെ കണക്ട് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ എമിസറി വെയിൻ. അപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ഈ എമിസറി വെയിൻ വഴി ഉള്ളിലേക്ക് കടക്കാം. അതുകൊണ്ടാണ് അതിന് ഡേഞ്ചറസ് ഏരിയാസ് ഓഫ് സ്കാൽപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സ്കാൽപ്പിൽ നമുക്ക് എന്തെങ്കിലും അടി കിട്ടുകയാണെങ്കിൽ ഇനി ബ്ലോ ടു അവർ ഹെഡ് എന്ത് പറ്റുമെന്നറിയോ, നമ്മുടെ ഐസിന് ചുറ്റിനുമായിട്ട് ഒരു ഡിസ്കളറേഷൻ കാണാൻ പറ്റും, എക്കൈമോസിസ്. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് ബ്ലാക്ക് ഐ. ഓക്കെ, അതും നമുക്കൊരു അപ്ലൈഡ് അനാറ്റമി ആയിട്ട് എഴുതാം. പിന്നെ സ്കാൽപ്പിൽ സെബേഷ്യസ് സിസ്റ്റ് വരാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്, കാരണം ഒരുപാട് സെബേഷ്യസ് ഗ്ലാൻഡ്സ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു 3 അപ്ലൈഡ് അനാറ്റമി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് സ്കാൽപ്പ്. താങ്ക് യു സോ മച്ച്.